ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഭഗത് സിംഗിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഭഗത് സിംഗ് എന്ന് പറയുമ്പോഴേ ഷാഹിദ് ഇ അസം എന്ന് അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാഹിദ് ഇ അസം എന്നറിയപ്പെടുന്നു. ആൻസർ ഭഗത് സിംഗ്. ഷാഹിദ് ഇ അസം എന്നറിയപ്പെടുന്നു. ആൻസർ ഭഗത് സിംഗ്. ഭഗത് സിംഗ് ഈസ് നോൺ ആസ് ഷാഹിദ് ഇ അസം. ഭഗത് സിംഗ് ഈസ് നോൺ ആസ് ഷാഹിദ് ഇ അസം. ഷാഹിദ് ഇ അസം എന്നറിയപ്പെടുന്ന ആരെയാണ്? ഭഗത് സിംഗിനെയാണ്. അതുപോലെ തന്നെ ഭഗത് സിംഗിന്റെ ജന്മദേശം എവിടെയാണ്? പഞ്ചാബ്. ബർത്ത് പ്ലേസ് ഓഫ് ഭഗത് സിംഗ്. ആൻസർ പഞ്ചാബ്. ബർത്ത് പ്ലേസ് ഓഫ് ഭഗത് സിംഗ്. ആൻസർ പഞ്ചാബ്. അതുപോലെ തന്നെ ഭഗത് സിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഭഗത് സിംഗ് മറ്റൊരു പേര് അറിയപ്പെടുന്നുണ്ട്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഭഗത് സിംഗിനെയാണ്. ഭഗത് സിംഗ് ഈസ് ഓൾസോ നോൺ ആസ് Prince of Martyrs. ഭഗത് സിംഗ് ഈസ് ഓൾസോ നോൺ ആസ് Prince of Martyrs. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഭഗത് സിംഗ് ആണ്. അതുപോലെ ഭഗത് സിംഗിനെ കുറിച്ച് പറയുമ്പോൾ നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ. ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് ഫൗണ്ടർ ഓഫ് നവജവാൻ ഭാരത് സഭ. ആൻസർ ഭഗത് സിംഗ്. ഭഗത് സിംഗ് വാസ് ഫൗണ്ടഡ് നവജവാൻ ഭാരത് സഭ. നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണ്. അതുപോലെ ഭഗത് സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണെന്ന് ചോദിച്ചത് എന്താണ്? 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് കേട്ടോ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ്? തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. Bhagat Singh was hanged by British government on 1931 March 23. മാർച്ച് 31 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റുവാൻ കാരണമായ കുറ്റം ഏതാണ്? ലാഹോർ ഗൂഢാലോചന കേസാണ്. ലാഹോർ കോൺസ്പിറസി കേസ്. ലാഹോർ ഗൂഢാലോചന കേസാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുവാൻ കാരണമായ കുറ്റം. അവർ ഭഗത് സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗത് സിംഗിന്റെ സ്മാരകം എവിടെയാണ്? മെമ്മോറിയൽ ഓഫ് ഭഗത് സിംഗ് ലൊക്കേറ്റഡ് അറ്റ് ലാഹോറിലാണ് ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയാണ്? ലാഹോർ സെൻട്രൽ ജയിലിലാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയാണ്? ലാഹോർ സെൻട്രൽ ജയിലിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഭഗത് സിംഗിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. എവിടെയാണ്? ചണ്ഡീഗഡ്, പഞ്ചാബ്. അതുപോലെ പഞ്ചാബ് മാതാ എന്നറിയപ്പെടുന്നു ആരെയാണ്? വിദ്യാവതി. ഈസ് നോൺ ആസ് പഞ്ചാബ് മാതാ. വിദ്യാവതി ആരാണ്? ഭഗത് സിംഗിന്റെ അമ്മയാണ്. വിദ്യാവതി ആരാണ്? മദർ ഓഫ് ഭഗത് സിംഗ്. ഭഗത് സിംഗിന്റെ അമ്മയാണ് വിദ്യാവതി. വിദ്യാവതി ഏതു പേരിൽ അറിയപ്പെടുന്നു? പഞ്ചാബ് മാതാ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഇനി പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അതുപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1998 ഡിസംബർ 11. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1998 ഡിസംബർ 11. അതുപോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ആൻസർ ട്രിവാൻഡ്രം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് കേരള. എയിം ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ആൻസർ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് കേരള. കേരളത്തിലുള്ള ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10.
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ? ആൻസർ ഡിസംബർ 10 അതുപോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാരാ? MM പരീതുപിള്ള. ഫസ്റ്റ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ആൻസർ എന്താണ്? ആൻസർ MM പരീതുപിള്ള. അതുപോലെ തന്നെ പ്രസന്റ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ആൻസർ എന്താണ്? മണികുമാറാണ്. എസ് മണികുമാർ is the present chairman of Kerala State Human Rights Commission. അതുപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? അതായത് കേരള ഹൈക്കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ചൊരു വ്യക്തിയായിരിക്കണം കേരള സംസ്ഥാനത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകുന്നത് കേട്ടോ. ക്വാളിഫിക്കേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ. ആൻസർ എന്താണ്? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഫ്രോം കേരള ഹൈക്കോർട്ട്. അതുപോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. കാരണം സ്റ്റേറ്റ് ഗവർണർ, കേരള ഗവർണർ. ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവർണർ, കേരള സ്റ്റേറ്റ് ഗവർണർ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് പറയുകയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ വന്ന വർഷമെന്നാണ്? കേരള സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1996 മാർച്ച് 14. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. ലക്ഷ്യമെന്താണ്? വാട്ട് ഈസ് ദ എയിം ഓഫ് കേരള സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ? പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ്സ് ഓഫ് കേരള. അതായത് കേരളത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുകയാണ് ആരുടെ ലക്ഷ്യം? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണ്. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ. ആൻസർ സുഗതകുമാരി. കേരള സ്റ്റേറ്റ് വുമൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് കേരള വുമൻ കമ്മീഷൻ. ആൻസർ എന്താണ്? പി സതീദേവിയാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ പ്രസിദ്ധീകരണം ഏതാണ്? സ്ത്രീശക്തി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ പ്രസിദ്ധീകരണം. ആൻസർ സ്ത്രീശക്തി. പ്രസന്റ് പബ്ലിക്കേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ. ആൻസർ സ്ത്രീശക്തി. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എവർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷകൾക്ക് മോസ്റ്റ് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസാണ്. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരപ്രദമാവുകയുള്ളൂ. അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് എല്ലാം പറയുന്നത്. വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക, കേട്ട് പഠിക്കുക കേട്ടോ.